ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് മുഖത്ത് തേച്ചതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല മാറ്റം അറിയാൻ കഴിയുന്നത് കേട്ടോ. സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായി നല്ല ഗ്ലാസ് സ്കിൻ ആകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. കടലമാവ് ചേർത്തുള്ള ഒരു പാക്കാണെന്ന് നല്ല മാറ്റം അറിയാൻ പറ്റും. ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആവും കേട്ടോ. അടിപൊളി പാക്കാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള മാത്രമുള്ള ഫേസ് പാക്കാണിത്. ഇനിയിപ്പോൾ എല്ലാവരും മുഖമൊക്കെ ടാനൊക്കെ അടിച്ച് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് തേച്ച് നോക്കട്ടോ, നല്ല മാറ്റം ഉണ്ടാവും. ടാനൊക്കെ നല്ലവണ്ണം മാറും, മുഖം നല്ല ബ്രൈറ്റ് ആവട്ടെ. അപ്പോൾ ഞാനിത് തേച്ചതിന് ശേഷമാണ് അപ്പോൾ നമ്മുടെ സ്കിന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. സ്കിന്നൊക്കെ നിറം വയ്ക്കാനൊക്കെ മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച് വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി എടുത്തു. ഇനി വേണ്ടത് തൈരാണ്. കുറച്ച് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ട തൈരാണ് ഏറ്റവും നല്ലത്. ഇവിടെ കട്ട തൈര് അങ്ങ് കിട്ടാറില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ടത് തേനാണ്. തേനും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. കരുവാളിപ്പുണ്ടെങ്കിൽ മാറി കിട്ടും. മുഖം നല്ല ഒരു ഗ്ലാസ് സ്കിന്നാവും, അടിപൊളിയായിട്ട് തിളങ്ങും. നിങ്ങൾക്ക് എല്ലാ ദിവസവും തേക്കണമെങ്കിൽ എല്ലാ ദിവസവും തേക്കാം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും മുഖത്തൊക്കെ. മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ അടിപൊളി പാക്ക് തന്നെയാണിത്. അപ്പോൾ എൻ്റെ പാക്ക് ഉണ്ടല്ലോ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് തൈര് ഇതിൽ മിക്സ് ചെയ്യാവേ. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാക്ക് ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം. കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം. കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം. ഇത് മുഖത്ത് മാത്രം തേക്കാൻ പറ്റുന്ന പാക്കൊന്നുമല്ല, കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം. നമ്മുടെ സ്കിന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. ഡെയിലി തേക്കുവാണെങ്കിൽ നല്ലതാണ്, ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങളിത് പാക്ക് തേച്ച് നോക്കും. ഒരുപാട് ഫേസ് പാക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന തേച്ചാലാണ് ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആവുക. നമുക്കറിയാമല്ലോ, തേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ചില ആൾക്കാർക്ക് കടലമാവ് പിടിക്കില്ല കേട്ടോ. അത് കടലമാവ് തേക്കുമ്പോൾ മുഖം ഒന്ന് കറുത്തു പോകാറുണ്ട്. അത് അവരുടെ സ്കിന്നിൻ്റെ ഇതായതുകൊണ്ടാണ്, സ്കിന്നിന് പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കടലമാവിൻ്റെ ഈ പാക്ക് തേക്കേണ്ട. അല്ലാത്തവർക്കൊക്കെ നല്ലതാണ്. സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും മുഖക്കുരു ഉണ്ടെങ്കിൽ പോകാനും ഒക്കെ നല്ല അടിപൊളി ഒരു പാക്കാണിത്. ഇതിൽ തേൻ ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നല്ലൊരു എന്താ പറയുക, നല്ല തിളക്കത്തോടെ തന്നെ ഇരിക്കട്ടെ. നല്ലൊരു ഗ്ലോ തന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണേ ഈ ഒരു പാക്കൊക്കെ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വേണ്ട, അത്യാവശ്യം ഉണങ്ങി കഴിയും. നമുക്ക് കഴുകി കളയാവേ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്.
നല്ല മാറ്റം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇന്നെന്താ പറയുക, ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ നല്ലോണം മുഖം കഴുകില്ലേ, അതേ രീതി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട്. അപ്പം ഞാൻ മുഖം ഒന്നും തുടച്ചിട്ടില്ല, കഴുകിയ പാടെ തന്നെ വന്നതാണ്. അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ശരിക്കും കഴിയില്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൊടികളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്ന് നല്ലൊരു ഗ്ലാസ് സ്കിൻ പോലെ ആകും. എനിക്ക് ഇവിടെയൊക്കെ നല്ല മാറ്റം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. മുഖം ഒന്ന് തുടച്ചിട്ട് വരാവേ, ഇത് കാണാം. അപ്പം ഞാനിതാ മുഖമൊക്കെ തുടച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ സ്കിന്നിൻ്റെ മാറ്റം കണ്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഇനി ചെയ്യാൻ പോണത് നല്ലൊരു സൺസ്ക്രീൻ മുഖത്ത് തേക്കുക എന്നുള്ളതാണ്. അതിന് മുന്നേ നല്ലൊരു മോയ്സ്ചറൈസർ ക്രീം കൂടെ തേച്ച് കൊടുക്കണം, എന്നിട്ട് സൺസ്ക്രീൻ കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മുഖം പെട്ടെന്ന് ടാൻ അടിക്കും. കാരണം നമ്മുടെ മുഖം ഇപ്പം നല്ല സോഫ്റ്റ് അടിയിരിക്കണം. അപ്പോൾ ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്കും മുഖം ഒന്നും കൂടെ ടാൻ അടിക്കും. അപ്പം അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ.